എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമർ മൗലവിയുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട KP-യുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട MM-ന്റെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട AP-യുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട TP-യുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സെയ്ദ് മൗലവിയുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടായിയുടെ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ഈ അറബിക്കടലിന്റെ, കോഴിക്കോട്ട് അറബിക്കടലിന്റെ ഓരങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ച സമ്മേളനങ്ങളുടെ ചരിത്രമുണ്ട്. ബഹ്റൈനിൽ നിന്ന് അന്ന് അതിഥിയായി വന്ന ഒരു ബഹുമാന്യനായ പണ്ഡിതൻ അന്ന് പറഞ്ഞത്, ലഖദ് ജഅനാ മിൻ ബഹ്റൈനി ഇലാ മജ്മഇൽ ബഹ്റൈൻ, ഞങ്ങളിതാ വന്നിരിക്കുന്നത് ബഹ്റൈൻ എന്ന നാട്ടിൽ നിന്ന് ഒരു മഹാസംഗമത്തിലേക്ക്. അറബിക്കടലിന്റെ ഓരങ്ങളിൽ തടിച്ചുകൂടിയ 10,000ങ്ങളുടെ മനുഷ്യസാഗരത്തിന് സമാനമായ അറബിക്കടലിൽ ഓളം തള്ളുന്ന തിരമാലകൾക്കൊപ്പം ഈ മനുഷ്യസാഗരത്തിനിടയിലേക്കാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, കോഴിക്കോടിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു. പിലാത്തറയുടെ മണ്ണിൽ സ്റ്റേജ് വലിച്ചവരും വെള്ളത്തിനുള്ള പൈപ്പുകൾ പൊട്ടിച്ചവരും പന്തലുകൾ പൊളിച്ചടക്കിയവരുടെയും മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ കൈവെള്ളയിലിട്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചതുപോലെ തലനിരച്ച കാരണവന്മാരെ, തലമുതിർന്ന പണ്ഡിതന്മാരെ, ഹൃദയത്തിൽ തൗഹീദിന്റെ ആയുധവും ആവേശവുമുള്ള പ്രവർത്തകന്മാരെ, പേടിക്കില്ല മുജാഹിദുകൾ, ഞങ്ങൾ ഇറങ്ങും. നാടുകാണി ചുരത്തിന്റെ ആ മുകളിൽ നിന്ന് താമരശ്ശേരി ചുരവും കഴിഞ്ഞ് ഈ വയനാടിന്റെ മലമ്പാതകളും താണ്ടി കാസർഗോഡിന്റെ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തിന്റെ പാറശാലയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ കടന്നു വരുമ്പോൾ ശിർക്കിന്റെ കോട്ടകൾ തകർന്നു പോകും, വിദഗ്ധത്തിന്റെ കോട്ടകൾ തകർന്നു പോകും, അന്ധവിശ്വാസത്തിന്റെ കോട്ടകൾ തകർന്നു പോകും എന്നീ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വാചകം കൂടി ഞാൻ എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് അവസരം ചോദിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. എറണാകുളത്തൊരു സംവാദം തീരുമാനിച്ചു, വന്നല്ലോ, ചരിത്രം പറഞ്ഞല്ലോ. അവിടെ ഈദാൻ എന്ന് പറയുന്ന അറബി ശൈഖിന്റെ കത്ത് കണ്ടപ്പോ ഈ കേരളക്കരയിൽ പടുത്തുയർത്തിയ അന്ധവിശ്വാസങ്ങൾ പറയാൻ പണ്ഡിതന്മാർക്ക് എന്താ നാവ് പൊങ്ങാതിരുന്നത് എന്നീ സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, മെയിലുകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, നെറ്റുകളിലൂടെ ഈദാൻ എന്ന് പറയുന്ന അറബി ശൈഖിന്റെ കത്ത്. ഞാൻ പറയട്ടെ, ഉമർ മൗലവി എന്ന മഹാരഥൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ഞങ്ങളെ തൗഹീദ് പഠിപ്പിച്ച, ഞങ്ങൾക്ക് ഹൃദയത്തിന് വിശാലത പഠിപ്പിച്ച, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് താങ്ങും തണലും നൽകിയ, ആരും കേറിച്ചെല്ലാത്ത കാട്ടുമുക്കുകളിൽ തൗഹീദിന്റെ പടവാഹകനായി കടന്നു ചെന്ന ഞങ്ങളുടെ ഉമർ മൗലവി. ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയും, ഉമർ മൗലവി സമ്മതിച്ചിട്ടില്ല, ഇബ്നു ബാസിന്റെ മുന്നിൽ ഇബാദത്ത് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടായിട്ടില്ല. ആ ഞൊണ്ടി ന്യായങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തോട് വേണ്ട. ഉണ്ടെങ്കിൽ പറയൂ, കേരളത്തിന്റെ മണ്ണിൽ പറയൂ, ഈ തൗഹീദിനെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള വാദങ്ങൾ പറയൂ, ധൈര്യമുള്ളവർ പറയൂ. കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം ആരുമില്ലെങ്കിലും ഈ പണ്ഡിതന്മാർ ആരുമില്ലെങ്കിലും, ഈ നേതാക്കന്മാർ ആരുമില്ലെങ്കിലും, അറബിക് കോളേജിന്റെ പടികടക്കാത്ത, മദ്രസകളുടെ പടികടക്കാത്ത വെള്ളംകോരികളും വിറകുപെട്ടികളും ഈ നാട്ടിലെ കുബൂരികളായ മുസ്ലിയാക്കന്മാരുടെ സ്റ്റേജുകളിൽ കയറി തൗഹീദ് പറഞ്ഞ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ ആരും ഭയപ്പെടുത്തേണ്ടതില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയമിതാ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച്. നമ്മൾ ഇറങ്ങണം, നമ്മളൊന്നായി. ആർക്കും നമ്മളെ പിരിയിക്കാൻ കഴിയില്ല, ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല, ആർക്കും നമ്മൾ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. തൗഹീദ് എന്ന മഹിതമനോഹരമായ ഈ ആദർശത്തിൽ നമ്മളൊന്നായി, നമ്മളൊരു കണ്ണിയായി, നമ്മൾ മലവെള്ളപ്പാച്ചിലായി, മനുഷ്യരുടെ മനസ്സുകളിൽ കൂടുകൂട്ടിയ അന്ധവിശ്വാസങ്ങളെ കഴുകിക്കളഞ്ഞ തൗഹീദിന്റെ വിളക്കുമാടമായി, തൗഹീദിന്റെ പ്രകാശമായി നമ്മളിതാ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിന് മുന്നിൽ അന്ധവിശ്വാസികളെ നിങ്ങൾ മാറി നിൽക്കൂ, നവകുബൂരികളെ നിങ്ങൾ മാറി നിൽക്കൂ, ചിന്നൂരികളെ മാറി നിൽക്കൂ. ഈ സന്ദർഭത്തിൽ വളരെ ശക്തമായി ഞാൻ പറയുകയാണ്, ഈ കുട്ടികൾ സർ, നിങ്ങളുടെയൊക്കെ പിന്നിലുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളുടെ സൈഡിലുണ്ട്. ഒരു പോറല് പോലും, ഒരു മൺതരി പോലും ഈ പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്ത് വാരിയിടാൻ ഞങ്ങൾ അനുവദിക്കില്ല സർ. ബഹുമാന്യനായ മൗലവിയോട് ആരെങ്കിലും ഈ സംസാരം പറയുമെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ അനുവദിക്കില്ല സർ. നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ തൗഹീദിന്റെ കോട്ടയിൽ ശിർക്കിന്റെ വിത്തുപാകാൻ, ശിർക്കിന്റെ അംശങ്ങൾ പാകാൻ, ശിർക്കിന്റെ പടവാഹകരായി
കേരളത്തിന്റെ മണ്ണിലേക്ക് ഏതെങ്കിലും വിദേശത്തെ അറബിപ്പണത്തിന്റെ പകിട്ട് കണ്ട് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്തസ്സുള്ള പ്രവർത്തകർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം തെറി പറഞ്ഞോളൂ, നിങ്ങൾ ആക്ഷേപിച്ചോളൂ. ഇബ്നു ഖയ്യിം പറഞ്ഞ ഒരു വാചകം, ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് ആദരവുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷേ നിങ്ങളെക്കാളും ഞങ്ങൾക്കിഷ്ടം പ്രമാണങ്ങളോടാണ്, നിങ്ങളെക്കാളും ഞങ്ങൾക്കിഷ്ടം ഹക്കിനോടാണ്, നിങ്ങളെക്കാളും ഞങ്ങൾക്കിഷ്ടം തൗഹീദിനോടാണ്. അതുകൊണ്ട് ആര് പോയാലും ആരില്ലെന്ന് പറഞ്ഞാലും എടവണ്ണ അലവി മൗലവി തൗഹീദ് പഠിപ്പിച്ച അലവി മൗലവി കൊളുത്തിത്തന്ന ദീപശിഖ അലവി മൗലവിയുടെ മക്കളും വേണ്ടെന്ന് പറഞ്ഞപ്പോ, അലവി മൗലവിയുടെ മക്കളും വലിച്ചെറിഞ്ഞപ്പോ കഴുത്തിൽ പൊട്ടിച്ചിതറുന്ന മാലപ്പടക്കം പൊട്ടിത്തീരുവോളം തൗഹീദ് പ്രസംഗിച്ച സെയ്ദ് മൗലവിയുടെ മക്കളും ഈ ദീപശിഖ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ബാപ്പമാരതേറ്റെടുത്തു, ഞങ്ങളുടെ ഉമ്മമാരതേറ്റെടുത്തു. ഞങ്ങളുടെ കൈകളിൽ താരാട്ട് പാടുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഈ തൗഹീദ് ഏറ്റെടുത്തു. അതുപോലെ NV അബ്ദുസ്സലാം മൗലവിയുടെ മക്കൾ ഇത് വേണ്ടെന്ന് പറഞ്ഞാലും തൗഹീദിന് വേണ്ടി ശബ്ദിച്ചവരെ ശിർക്കിന്റെ പതാകവാഹകരായി നിങ്ങൾ കടന്നുപോയാലും ഞങ്ങളുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ മുജാഹിദ് പ്രവർത്തകരുണ്ട്, ഈ ആദർശത്തിന്റെ കൂടെ എന്നീ സന്ദർഭത്തിൽ ബഹുമാന്യരായ നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.